ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്യുവേദ ലേണിംഗ് ഹബ്. നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആസ് എ കൊളാട്രൽ സെക്യൂരിറ്റി എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം. A collateral security may be defined as a subsidiary or secondary or additional security besides the primary security when a company obtains a loan or overdraft from a bank or any other financial institutions. ഒരു കൊളാട്രൽ സെക്യൂരിറ്റി എന്നാൽ സബ്സിഡിയറി ഓർ സെക്കൻഡറി ഓർ അഡീഷണൽ സെക്യൂരിറ്റി എന്ന് പറയാം. നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ലോൺ എടുക്കുകയോ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുകയോ ചെയ്യുമ്പോൾ കമ്പനി ബാങ്കിനൊരു പ്രൈമറി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ പ്രൈമറി സെക്യൂരിറ്റി കൂടാതെ ഒരു സെക്കൻഡറി സെക്യൂരിറ്റി കൂടെ വെക്കുന്നതിനെയാണ് നമ്മൾ കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡിബഞ്ചറുകൾ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ദ കമ്പനി മേ ഇഷ്യൂ ഇറ്റ്സ് ഓൺ ഡിബഞ്ചേഴ്സ് ടു ദ ലെൻഡേഴ്സ് ഇൻ അഡീഷൻ ടു സം അതർ അസറ്റ്സ് ഓൾറെഡി പ്ലെഡ്ജ്ഡ്. സച്ച് ആൻ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഈസ് നോൺ ആസ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ആസ് എ കൊളാട്രൽ സെക്യൂരിറ്റി. Debentures issued as collateral security can be dealt with in two ways in the books of the company. അപ്പം ഇവിടെ എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലെൻഡറിന്, അതായത് കമ്പനിക്ക് പണം കടം കൊടുക്കുന്ന ആളെയാണ് നമ്മൾ ലെൻഡർ എന്ന് പറയുക. അപ്പം ഓൾറെഡി ഒരു പ്രൈമറി സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ അസറ്റുകൾ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടാവും, അതായത് പണയം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രൈമറി സെക്യൂരിറ്റി കൂടാണ്ട് അതിന് പുറമേ നമ്മുടെ ഡിബഞ്ചറും കൂടെ അവർക്ക് ഓഫർ ചെയ്യുന്നു. പ്രൈമറി സെക്യൂരിറ്റിക്ക് പുറമേ അഡീഷണൽ സെക്യൂരിറ്റി ആയിട്ടാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ആസ് കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? സാധാരണയായി കമ്പനിയുടെ ബുക്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് രണ്ട് രീതിയിലാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് വേയ്സാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. രണ്ട് രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, no entry is made in the books of accounts since no liability is created by such issue. However, on the liability side of the balance sheet, below the item of loan, a note to the effect that it has been secured by issue of debentures as a collateral security is appended. അതായത് ഫസ്റ്റ് മെത്തേഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിബഞ്ചറുകൾ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ലോണിൻ്റെ പേയ്മെൻറ്റ് കഴിയുമ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ളതാണ് ഡിബഞ്ചർ. സോ അതിനെ ലയബിലിറ്റി ആയി കാണിക്കാൻ സാധിക്കില്ല. എന്താണ്, നമുക്ക് അതിനൊരു ലയബിലിറ്റി എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ജേണൽ എൻട്രിയും നമ്മളതിന് ഫസ്റ്റ് മെത്തേഡിൽ എഴുതുന്നില്ല. എന്നാലും ലോൺ എടുക്കുന്ന ടൈമിൽ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഡിബഞ്ചർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ലോണിൻ്റെ അണ്ടറിൽ ഒരു അപ്പൻഡിക്സ് പോലെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം, എങ്ങനെയാണ് എന്ന് നോക്കാം. Z company has issued 10% 10,000 debentures of ₹100 each for a loan of ₹10 lakh taken from a bank. This fact may be shown in the balance sheet as under. അതായത് ഒരു ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ ലോൺ എടുത്തു. പ്രൈമറി സെക്യൂരിറ്റി ആയിട്ട് ഓഫർ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ അഡീഷണൽ സെക്യൂരിറ്റി ആയിട്ട് 100 രൂപയുടെ 10,000 ഡിബഞ്ചറുകളാണ് കൂടെ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരുന്നു എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കാം. Z കമ്പനി ബാലൻസ് ഷീറ്റ് ആസ് അറ്റ്. ഇനി ബാലൻസ് ഷീറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന ഹെഡ്, അതിൻ്റെ അണ്ടറിൽ നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റീസിലാണ് ലോങ് ടൈം ബോറോയിങ്സ് വരിക. ഓക്കെ, അപ്പം എത്രയാണ് നമ്മൾക്ക് വരിക? 10,000 ഡിബഞ്ചറാണ് 100 രൂപയുടെ. അപ്പം 10,000 × 100 ചെയ്യുമ്പം 10 ലാക്ക് വരിക, 10 ലക്ഷം രൂപയുടെ ബോറോവിങ്സ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അതവിടെ നമ്മൾ കാണിച്ചു. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഒരു ഫുട് നോട്ടായിട്ട്, ഒരു അപ്പൻഡിക്സ് ആയിട്ട് നമ്മളൊരു നോട്ട് എഴുതാനുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്നിട്ട് നമ്മളൊരു പർട്ടിക്കുലേഴ്സ് കോളോ എമൗണ്ട് കോളോ അതിൽ നമ്മൾ ലോങ് ടൈം ബോറോവിങ്സിൽ ബാങ്ക് ലോൺ എന്ന് എഴുതിയിട്ട് അവിടെ നമ്മൾ ഇങ്ങനെ ഡിബഞ്ചറാണ് നമ്മൾ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത് എന്ന് കാണിക്കാനാണ് ഈ നോട്ട് എഴുതുന്നത്. അപ്പോൾ സെക്യൂർഡ് ബൈ ഇഷ്യൂ ഓഫ് 10,000 10% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് ആസ് കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നോട്ട്, എന്നിട്ട് അതിൻ്റെ എമൗണ്ട് 10 ലാക്ക് എന്ന് പറഞ്ഞ് കാണിക്കണം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. The issue of debentures as a collateral security may be recorded by means of journal entry as follows. സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ജേണൽ എൻട്രി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക എന്ന് നോക്കാം.
അതായത് ഇഷ്യൂ ഓഫ് 10,000 9% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് ആസ് കൊളാട്രൽ സെക്യൂരിറ്റി ഫോർ ബാങ്ക് ലോൺ ഓഫ് ₹10 lakh. അതായത് 10 ലക്ഷം രൂപയുടെ ബാങ്ക് ലോൺ എടുത്തു. അപ്പോൾ നമ്മളവിടെ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് 9% ഡിബഞ്ചേഴ്സിൻ്റെ 100 രൂപയുടെ 10,000 എണ്ണമാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ജേണൽ എൻട്രി വരിക, ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ 10 lakh ടു 9% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 10 lakh എന്നാണ് വരിക. അപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ട് ഒരു അക്കൗണ്ട്, അതായത് ഡിബഞ്ചർ സസ്പെൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ക്യാഷ് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഡെബിറ്റ് അല്ലേ ചെയ്യുക. ഇവിടെ ക്യാഷ് ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ ക്യാഷിന് പകരമായിട്ടൊരു ഡിബഞ്ചർ സസ്പെൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിലെ അസറ്റിൻ്റെ അണ്ടറിലും എഴുതണം. അതേപോലെ 9% ഡിബഞ്ചേഴ്സ് ലയബിലിറ്റി സൈഡിലും കാണിക്കണം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ജേണൽ എൻട്രി വരിക. അപ്പോൾ ഇനി നമുക്കിത് അതായത് നമ്മുടെ ലോൺ അടച്ച് തീരുമ്പോൾ ആ ടെമ്പററി അക്കൗണ്ട് ക്യാൻസൽ ചെയ്യണം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫോർ ക്യാൻസലേഷൻ ഓഫ് 9% ഡിബഞ്ചേഴ്സ് ആസ് കൊളാട്രൽ സെക്യൂരിറ്റി ഓൺ റീപേയ്മെൻറ്റ് ഓഫ് ബാങ്ക് ലോൺ, ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് വിൽ അപ്പിയർ ആസ് എ ഡിഡക്ഷൻ ഫ്രം ദ ഡിബഞ്ചേഴ്സ് ഇൻ നോട്ട്സ് ടു അക്കൗണ്ട്സ് ഓഫ് ലോങ് ടേം ബോറോവിങ്സ്. വെൻ ലോൺ ഈസ് റീപെയ്ഡ് ദ എബോവ് എൻട്രി വിൽ ബി ക്യാൻസൽഡ് ബൈ എ റിവേഴ്സ് എൻട്രി. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലോണിൻ്റെ റീപേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ള 9% ഡിബഞ്ചേഴ്സ് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ നമ്മളെ ആ ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ലോങ് ടൈം ബോറോവിങ്സിൻ്റെ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് നമുക്ക് അസറ്റ് സൈഡ് കാണിക്കുന്നതിന് പകരമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലെ ലോങ് ടൈം ബോറോവിങ്സിൽ നിന്ന് നമുക്കത് ഡിഡക്റ്റ് ചെയ്താലും മതി എന്നൊരു നോട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആദ്യം എൻട്രി നോക്കാം എങ്ങനെയാണ്. അതായത് നേരത്തെ തന്നെ റിവേഴ്സാണ്, നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണല്ലോ. അപ്പോൾ നേരത്തെ ക്രെഡിറ്റ് ചെയ്ത് ഇപ്പോൾ ഡെബിറ്റ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്യുന്നു അങ്ങനെ. അപ്പോൾ ജേണൽ എൻട്രി 9% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 10 lakh ടു ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് 10 lakh. അപ്പം നമ്മൾ ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് അസറ്റ് സൈഡ് കാണിക്കുന്നതിന് പകരം ലോങ് ടൈം ബോറോവിങ്സിലെ ഡിബഞ്ചറിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിച്ചാലും മതി. അപ്പോൾ അതാണ് നമ്മൾ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന മെത്തേഡ്. അസറ്റ് സൈഡ് കാണിക്കുന്നതിനേക്കാളും ലയബിലിറ്റി സൈഡിൽ നമ്മൾ ആ ഒരു ലോങ് ടൈം ബോറോവിങ്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ഫോളോ ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ലോൺ റീപേ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് റിവേഴ്സ് എൻട്രി ആണ്. നമ്മൾ ജസ്റ്റ് ആദ്യം അതായത് നമ്മൾ ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തത്. അപ്പോൾ നേരെ തിരിച്ചായിരിക്കും വരിക എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിതിന് അതിൻ്റെ ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് ഓഫ് സെഡ് കമ്പനി പർട്ടിക്കുലേഴ്സ് എഴുതി നേരത്തെ പോലെ തന്നെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ലോങ് ടൈം ബോറോവിങ്സ് 10 lakh ആണെന്ന് എഴുതി. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു നോട്ട്സ് എഴുതുന്നു, ഒരു ഫുട് നോട്ട് അല്ലെങ്കിൽ ഒരു അപ്പൻഡിക്സ് എഴുതുവാണ്. അപ്പോൾ അതിങ്ങനെയാണ് വരിക. ലോങ് ടൈം ബോറോവിങ്സ് എന്ന് പറഞ്ഞിട്ട് 10 lakh, പിന്നെ ബാങ്ക് ലോണ് അതായത് നമ്മൾ 10,000 9% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. നമ്മൾ 100 രൂപയുടെ 9% ഡിബഞ്ചേഴ്സ് 10,000 എണ്ണം. അപ്പം 10 lakh rupees വന്നു. അതിൽ നിന്ന് നമ്മൾ ലെസ് ഡിബഞ്ചർ സസ്പെൻസ്, അതായത് നമ്മൾ ആ ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ കുറയ്ക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ആ ഒരു മെത്തേഡ് അതാണ് കൂടുതൽ ഫോളോ ചെയ്യുന്ന മെത്തേഡെന്ന്. അപ്പോൾ അത് ലെസ് ചെയ്തു, അപ്പം നമുക്ക് 0 ആണ്. അങ്ങനെ നമ്മുടെ ടോട്ടൽ ബാലൻസ് 10 lakh തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, അതായത് കൊളാട്രൽ സെക്യൂരിറ്റി എന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അതായത് ഡിബഞ്ചേഴ്സ് നമ്മൾ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോൾ അതിൻ്റെ കുറച്ച് ജേണൽ എൻട്രീസ് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരുന്നു എന്നൊക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ ഫോർ മോർ വീഡിയോ. സബ്സ്ക്രൈബ് അക്യുവേത.